സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംഭവിച്ചതിങ്ങനെ. കഴിഞ്ഞ വാരാന്ത്യം ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത് സ്റ്റാർ സിംഗറിന്റെ 11-ാം എപ്പിസോഡും 12-ാം എപ്പിസോഡുമായിരുന്നു. ഈ എപ്പിസോഡുകളിൽ സംഭവിച്ചത് ഇക്കാര്യങ്ങൾ. രണ്ടാമത്തെ മ്യൂസിക് പ്രീമിയർ ലീഗ് ആരംഭിച്ചു. അടുത്ത 6 എപ്പിസോഡുകൾ ഇത് നീണ്ടു നിൽക്കും. അതിൽ ഉൾപ്പെടുക 2 റൗണ്ടുകളായിരിക്കും. സൂപ്പർ ഫാസ്റ്റ് റൗണ്ടും ക്ലാസിക് മെലഡി റൗണ്ടും. അതായത് എല്ലാ മത്സരാർത്ഥികൾക്കും 2 പാട്ടുകൾ പെർഫോം ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഈ ആഴ്ച 2 എപ്പിസോഡുകളിലായി 12 പേരായിരുന്നു പെർഫോം ചെയ്തത്. ആദ്യ എപ്പിസോഡിൽ ഗുരുകുലത്തിൽ നിന്ന് ദീപു എം, ദിൽരാജ് ഗോപി, ഗ്രീഷ്മ കണ്ണൻ എന്നിവർ പെർഫോം ചെയ്തു. ദീപു നേടിയ ഗോൾഡൻ സ്റ്റാർ കഴിഞ്ഞ വാരാന്ത്യത്തിലെ ഏക ഗോൾഡൻ സ്റ്റാർ ആയിരുന്നു. ആകെ ഗുരുകുലം നേടിയത് 296.5 മാർക്കായിരുന്നു. കോൺവെന്റ് സ്കൂളിൽ നിന്ന് വിപിൻനാഥ്, ശ്രീലക്ഷ്മി ശ്രീധർ, വിധുരാജ് എന്നിവർ പെർഫോം ചെയ്ത് 295.5 മാർക്ക് നേടി. അങ്ങനെ ആദ്യ എപ്പിസോഡിൽ ഗുരുകുലം വിജയികളായി. രണ്ടാമത്തെ എപ്പിസോഡിൽ, അതായത് 12-ാം എപ്പിസോഡിൽ, കോൺവെന്റ് സ്കൂളിൽ നിന്ന് അതീഷ് കൃഷ്ണ, തീർത്ഥ സത്യൻ, വൈശാഖൻ എന്നിവർ ചേർന്ന് 295 മാർക്ക് നേടി. ഗുരുകുലത്തിൽ നിന്നാകട്ടെ ഗായത്രി മേനോൻ, ശിവപ്രിയ സുരേഷ്, സൂര്യനാരായണൻ എന്നിവർ ചേർന്ന് 296.5 മാർക്ക് നേടി. അങ്ങനെ ഗുരുകുലം രണ്ടാമത്തെ എപ്പിസോഡിലും വിന്നറായി. നിലവിൽ രണ്ടാമത്തെ ലീഗ് മത്സരത്തിൽ 2 വിജയവും ഗുരുകുലത്തിന് സ്വന്തം. ഇനി ഒരു വിജയം കൂടി നേടിയാൽ സമനിലയെങ്കിലും ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ ലീഗിലെ ദയനീയ പരാജയത്തിന് ക്ഷീണം മാറ്റാനാകും. നിങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 10 ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം? ഇതിനോടകം നിങ്ങൾക്ക് ഇഷ്ടഗായകരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.